വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ ടിക്ക മസാലയാണ്. gram ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ ജ്യൂസ്. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു 2 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർക്കണം. ഞാൻ നേരത്തെ ഇടാൻ മറന്നുപോയി. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് 1/2 തൊട്ട് 1 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ലോ ഫ്ലെയിമിലേക്കാണ് ഇടേണ്ടത്. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. ഇപ്പോൾ എല്ലാ ചിക്കനും മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞു. നമ്മളുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഡ്രൈ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിക്കാം. 1/4 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. 2 സവാള ചെറുതായി കൊത്തിയരിഞ്ഞത് ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. കുറച്ച് ഉപ്പിട്ടാൽ മതി. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പിട്ടിരിക്കുന്നതാണ്. ഇനി നന്നായിട്ട് മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. സവാള ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി മൂടി വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളിയുടെ ജ്യൂസ് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതാണ്, അത് ചേർക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്യാം. എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് അത്യാവശ്യം എരിവുണ്ടാവും. ഇനി ആ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസസും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നന്നായി എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലേക്കാണ് ഇടേണ്ടത്. ഇതെല്ലാം മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർക്കാം. നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾക്ക് കസൂരി മേത്തിയും ജീരകവും ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കാം. അപ്പോൾ നമ്മളുടെ കറിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഫ്രഷ് ക്രീമൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.